വിചാരിച്ച കാര്യം നടന്നില്ലെങ്കിൽ അതേപോലെ തന്നെ ആവശ്യപ്പെട്ട സാധനം വാങ്ങിച്ചു കൊടുത്താൽ എനിക്ക് ഭയങ്കര വാശിയാണ്. പലരും കുട്ടികളെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാനൊരു എക്സാമ്പിൾ പറയാം. സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ കുട്ടി ടോയ്ക്ക് വേണ്ടി വളരെയധികം വാശി പിടിച്ച് കരയുന്നു. ആ സമയത്ത് നിങ്ങൾ കുട്ടിയോട് പറയുന്നത് വീട്ടിൽ ഒരുപാട് ടോയ് ഉണ്ടല്ലോ, ഞാൻ വാങ്ങി തരത്തില്ലാന്ന്. അത് കേട്ട് കുട്ടിക്ക് ദേഷ്യം വന്ന് കുട്ടി സൂപ്പർ മാർക്കറ്റിൽ കെടുക്കുന്നു, കരയുന്നു, ആർത്തുലച്ച് കരയണ്. അത് കണ്ട് നിങ്ങൾക്ക് ദേഷ്യം വരും. അതേപോലെ ബാക്കിയുള്ളവർ കാണുന്നോളം നാണക്കേടും ഭയന്ന് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ ആ ടോയ് വാങ്ങിച്ചു കൊടുക്കുന്നു. അത് കാണുമ്പോ കുട്ടിക്ക് എന്താ തോന്നുക? ഓ, ഞാൻ ഇതേപോലെ വാശി പിടിച്ച് കരഞ്ഞാല് എനിക്ക് ആവശ്യമുള്ള സാധനമൊക്കെ ഇങ്ങനെ വാങ്ങിക്കാമെന്ന്. നെക്സ്റ്റ് തവണ കുട്ടി ഇത് തന്നെ ആവർത്തിക്കും, കുട്ടിക്ക് സാധനം കിട്ടുന്നു. കുട്ടി ഇത് ശീലാക്കുകയും ചെയ്യും. കുട്ടിയുടെ മൈൻഡിൽ കുട്ടി ഇത് ഫിക്സ് ചെയ്ത് വെക്കുന്നു. ഇതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? കുട്ടി കരയുമ്പോൾ നിങ്ങൾ കുട്ടിയോട് തീർത്ത് പറയണം ടോയ് വാങ്ങിത്തരത്തില്ലാന്ന്. ഇത് കേൾക്കുമ്പോൾ കുട്ടി കൂടുതൽ വാശി പിടിക്കും, കുട്ടിക്ക് നിലത്തുരുളയും കൂടുതൽ സീനൊക്കെ ആക്കിയെന്നൊക്കെ വരും. ആ സമയത്ത് നിങ്ങൾ നാണക്കേടൊന്നും നോക്കാതെ കുട്ടിയുടെ കൂടെ നിന്ന് ആ ഇമോഷനിൽ കൂടെ കടന്നു പോകാൻ കുട്ടിനെ അനുവദിക്കണം. അതേപോലെ കരഞ്ഞു കഴിയുമ്പോൾ കുട്ടിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുക. പക്ഷെ ആ സമയത്ത് നിങ്ങൾ ടോയ് കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കരുത്. ഇത് 2-3 വട്ടം ചെയ്യുമ്പോൾ കുട്ടി തന്നെ വാശി നിർത്തിക്കോളും. കുട്ടിക്ക് തന്നെ മനസ്സിലാവും ഇതേപോലെ വാശി പിടിച്ചിട്ട് ഒരു കാര്യമല്ല നമ്മൾ ടോയ് വാങ്ങിക്കൊടുക്കില്ല എന്ന്. എനിക്ക് ഈ സമൂഹത്തിനോടും എക്സ്പെഷ്യലി പേരൻസിനോടും ഗ്രാൻഡ് പേരൻസിനോടും എന്താ പറയാന്ന് വെച്ചെങ്കിൽ, കൊച്ചുങ്ങൾ വാശി പിടിക്കുന്നു പറഞ്ഞിട്ട് നിങ്ങൾ അവരെല്ലാ കാര്യം സാധിപ്പിച്ചു കൊടുക്കാൻ നിൽക്കരുത്. അവരെന്തുകൊണ്ടാണ് വാശി പിടിക്കുന്നത്? മുമ്പ് നിങ്ങൾ അവരെല്ലാ കാര്യം സാധിപ്പിച്ച് കൊടുത്തോണ്ടിരുന്നോണ്ടാണ് അവർ വാശി പിടിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അവരെ നിരാശയിൽ കൂടെ പോകാൻ നിങ്ങൾ പഠിപ്പിച്ചേ പറ്റുള്ളൂ. എന്നാലേ ഫ്യൂച്ചറിൽ അവർക്ക് പല പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തരണം ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പാരന്റിങ്ങിന്റെ വലിയൊരു ഭാഗമാണ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ എല്ലാവരും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യണേ. അപ്പൊ ഹാപ്പി പാരന്റിങ്. ബൈ.